നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും വി വി മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. The inner length, breadth and height of a tank are 80 cm, 60 cm and 50 cm. And it contains water 15 cm high. How much more water is needed to fill? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ മീൻ ചെയ്യുന്നത്? ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അല്ലേ, അതിൻ്റെ ഇന്നർ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 80 സെന്റിമീറ്റർ ആണ്. ഇന്നർ ലെങ്ത് 80 സെന്റിമീറ്റർ, ഇന്നർ ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 60 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 50 സെന്റിമീറ്റർ. ഇങ്ങനെ മൂന്നും തന്നിട്ടുണ്ട്. പിന്നെയോ ഒരു കണ്ടീഷനോടെ പറയുന്നുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 15 സെന്റിമീറ്റർ ഹൈ. ഈ ടാങ്കില് 15 സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ? ആ ടാങ്ക് നിറയാൻ ഇനി എത്ര വാട്ടർ കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു ടാങ്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതാണ് ആ ടാങ്ക് എന്ന് കരുതാം. ഇതിന്റെ ലെങ്ത് 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ, ഹൈറ്റ് 50 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. ദാറ്റ് മീൻസ് ഇത് മുതൽ ഇത് ടോട്ടൽ ഉള്ളത് 50 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഇതിൽ 15 സെന്റിമീറ്റർ വരെയാണ് വെള്ളമുള്ളത്. ഇത് 15 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ ഈ ടാങ്ക് നിറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും നിറയണം അല്ലേ, കംപ്ലീറ്റ് വെള്ളം ആവണമെന്നുണ്ടെങ്കിൽ, ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എത്ര വെള്ളം കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ ഇപ്പോൾ വെള്ളമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആണ് നമുക്ക് ഇത്രയും ഭാഗം ഇനി നിറയാനുണ്ട്. അപ്പൊ ഈ ഭാഗം ഫില്ല് ചെയ്യാൻ എത്ര വാട്ടർ വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതായത് എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം? ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള ഹൈറ്റിൽ വെള്ളം കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. അതിൽ എത്ര സെന്റിമീറ്റർ വരെയാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്? 15 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ വരെയാണ് വെള്ളം ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇനി വെള്ളം നിറയേണ്ട ടാങ്കിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഭാഗം എത്രയാണ് ഹൈറ്റ് വരിക? 50 മൈനസ് 15, ദാറ്റ് ഈസ് 35 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ലെങ്ത് ഇത് തന്നെയാണ് വരിക. ലെങ്ത് സിക്കൽ ടു 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റിമീറ്റർ. ബ്രെഡ്ത്തിനും വ്യത്യാസമൊന്നുമില്ല. ബ്രെഡ്ത്ത് സിക്കൽ ടു എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിന്റെ ഹൈറ്റ് ഓഫ് ടാങ്ക് സിക്കൽ ടു എത്ര തന്നിരിക്കുന്നത്? 50 സെന്റിമീറ്റർ ആണ്. 50. ഓക്കെ, വാട്ടർ ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 15 സെന്റിമീറ്റർ ഹൈറ്റിലാണ് വെള്ളം ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇനി വെള്ളം നിറയാനുള്ള ഭാഗത്തിന്റെ ഹൈറ്റ് എത്രയാ വരിക? വെള്ളം നിറയാനുള്ള ഭാഗത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 50 സെന്റിമീറ്ററിൽ നിന്ന് ഇപ്പോൾ വെള്ളത്തിന്റെ ലെവൽ വരെ ഉള്ളത് എത്രയാ? 15 സെന്റിമീറ്റർ മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ 35 സെന്റിമീറ്റർ ഹൈറ്റും 80 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്ത് 60 സെന്റിമീറ്ററും വരുന്ന ഈ ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഓൾറെഡി ഇവിടെ 15 സെന്റിമീറ്റർ വരെ വെള്ളമുണ്ട്. അപ്പൊ അതിന് അവിടുന്ന് മുകളിലേക്കുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. മുകളിലേക്ക് എത്ര ഹൈറ്റ് വരുന്നത്? 35 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ കപ്പാസിറ്റി ഓർ വോളിയം ഇസ് ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റും? വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, വോളിയം കാണാനുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര ലെങ്ത് വരുന്നത്? 80 സെന്റിമീറ്റർ തന്നെയാണ്. ഇൻറ്റു ബ്രെഡ്ത്ത് വരുന്നത് എത്രയാ? 50 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് നമ്മൾ 50 ആണോ കൊടുക്കേണ്ടത്? അല്ല, എന്താ കൊടുക്കുക? 35 സെന്റിമീറ്റർ കൊടുക്കണം. കാരണം എന്താണ്? നമുക്ക് ഇത് മുതൽ ഈ വെള്ളം ഇനി എത്ര വേണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 35 സെന്റിമീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 80 ഇൻറ്റു 50. 80 ഇൻറ്റു 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ഇൻറ്റു 35. ഓക്കെ, 80 ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ 4000 ആണ്.
4,000 into 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,40,000. 1,40,000. ഓക്കെ, യെസ്, ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ്. സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1,40,000 സെന്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കുക? ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ എന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര വാട്ടർ ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെന്റിമീറ്റർ ക്യൂബിലാണോ വാട്ടർ പറയാ? അല്ല, ലിറ്ററിലാണ്. അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ക്യൂബാണ്? 1000 സെന്റിമീറ്റർ ക്യൂബ്. അല്ലെ, യെസ്. ദെർഫോർ വാട്ടർ നീഡഡ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 1,40,000 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, ഈ 30യും ഈ 30 ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ലിറ്റേഴ്സ്. ഓക്കെ, യെസ്. അതായത് ഈ ടാങ്ക് ഫുൾ ആവാനും വേണ്ടിയിട്ട്, കംപ്ലീറ്റ്ലി വാട്ടർ ഫിൽ ആവാനും വേണ്ടിയിട്ട് ഇനി എത്ര വാട്ടർ കൂടി വേണം? 140 ലിറ്റേഴ്സ്. ഗോട്ട് ഇറ്റ്? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The inner length and breadth of an aquarium are 60 centimeters and 30 centimeters. It is half filled with water. When a stone is immersed in it, the water level rose by 10 centimeters. What is the volume of the stone? ഇപ്പം എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു അക്വേറിയം ഉണ്ട്. ദ ഇന്നർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ആൻ അക്വേറിയം ആർ 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 30 സെൻറ്റിമീറ്റേഴ്സ്. ഒരു അക്വേറിയത്തിൻ്റെ ഇന്നർ ലെങ്ത്ത് 60 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്ററുമാണ്. എന്നിട്ടോ ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വാട്ടർ. അതിൻ്റെ പകുതി വരെ വെള്ളം നിറച്ചിട്ടുണ്ട്. വെൻ എ സ്റ്റോൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്, ദ വാട്ടർ ലെവൽ റോസ് ബൈ 10 സെൻറ്റിമീറ്റേഴ്സ്. ഇതിലേക്ക് ഒരു കല്ല് താഴ്ത്തിയപ്പോൾ അതിൻ്റെ വെള്ളം 10 സെൻറ്റിമീറ്റർ കൂടി ഉയർന്നു. അങ്ങനെയെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ? അങ്ങനെയെങ്കിൽ ആ സ്റ്റോണിൻ്റെ വോളിയം എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൻ്റെ പകുതി വരെ വെള്ളമുണ്ട് അല്ലേ? അതിനകത്തേക്ക് ഒരു സ്റ്റോൺ ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? ആ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഉയർന്നു. അങ്ങനെയെങ്കിൽ ആ കല്ലിൻ്റെ വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നു. ഇപ്പോൾ ദാ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഇതൊരു അക്വേറിയാണെന്ന് സങ്കല്പിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ വാട്ടർ ലെവൽ ഞാനിത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതുവരെയാണുള്ളത്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മുടെ അക്വേറിയായിട്ട് സങ്കല്പിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു സ്റ്റോൺ എടുത്തിടുവാണ്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ നേരത്തെ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളമുണ്ട്. ഇത് അക്വേറിയാണെങ്കിൽ ഈ അക്വേറിയത്തിന് പകുതി വരെയാണ് വെള്ളമുള്ളത്. ഇതിനകത്തേക്ക് ഒരു സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റോൺ ഇതിനകത്ത് ഇട്ടു. കണ്ടുവോ? ഇപ്പം എന്ത് സംഭവിച്ചു? ഈ വാട്ടറിൻ്റെ ഹൈറ്റ് ഉയർന്നു അല്ലേ? ഇപ്പോൾ ഈ വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതായത് ഈ കല്ലിൻ്റെ ഈ സ്റ്റോണിൻ്റെ വോളിയം എത്രയാണ്, ആ വോളിയത്തിനനുസരിച്ചാണ് ഇപ്പോൾ വാട്ടർ ലെവൽ ഉയർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോണിൻ്റെ വോളിയം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ വാട്ടർ ലെവൽ ഉയർന്നത് എത്ര സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്? എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നത് ഈ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈറ്റ് ആണെന്ന് തന്നിട്ടില്ല. ഈ വാട്ടറിന്റെ നേരത്തെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു. ഈ ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷെ സ്റ്റോൺ ഇട്ടപ്പോൾ ഈ വാട്ടർ ലെവൽ ഉയർന്നു. ഇത് എത്രയാണ്? ഇവിടെ നിന്ന് ഇതുവരെ വാട്ടർ ലെവൽ ഉയർന്നു. ഇത് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോണിന്റെ വോളിയം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ അക്വേറിയത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് അല്ലെ? ലെങ്ത് ഓഫ് ദ അക്വേറിയം ഇസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഞാനിത് അവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇത് 60 സെന്റിമീറ്റർ ആണ് ലെങ്ത് തന്നിരിക്കുന്നത്. പിന്നെയോ ബ്രെഡ്ത്ത് ഓഫ് ദ അക്വേറിയം 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ. അപ്പോൾ ഈ സ്റ്റോണ് ഇടുന്നതിന് മുമ്പ് വാട്ടർ ലെവൽ ഇത്രയാണ്. സ്റ്റോൺ ഇട്ടപ്പോൾ വാട്ടർ ലെവൽ ഇത്രയും ഇൻക്രീസ് ചെയ്തു.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോർഷൻ ഇതുവരെയുള്ള ഈ പോർഷന്റെ ലെങ്ത് ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാ 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഈ റെക്ടാങ്കുലർ ബ്ലോക്ക് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ഇതുവരെയുള്ള വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ലെങ്ത് അക്വേറിയത്തിന്റെ ലെങ്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. ബ്രെഡ്ത്തോ അതും 30 സെന്റിമീറ്റർ വരെ അക്വേറിയത്തിന്റെ ബ്രെഡ്ത്ത്. ഈ വാട്ടറിന്റെ ഹൈറ്റ് എത്ര വന്നത്? 10 സെന്റിമീറ്റർ ആണ് ഉയർന്നത്. അപ്പൊ നമുക്ക് ഹൈറ്റ് എത്രയായിട്ട് എടുക്കാം? 10 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ സ്റ്റോണിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് ലെങ്ത് അക്വേറിയത്തിന്റെ ലെങ്ത് തന്നെയാണ് 60, ബ്രെഡ്ത്ത് അക്വേറിയത്തിന്റെ ബ്രെഡ്ത്ത് തന്നെയാണ് 30 സെന്റിമീറ്റർ. പിന്നെയോ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? നമ്മുടെ ഈ സ്റ്റോണ് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ, ആ അക്വേറിയത്തിലേക്ക് ഇട്ടപ്പോൾ വാട്ടർ ലെവൽ ഉയർന്നു. അത് എത്രയാ? 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് നമ്മൾ എത്ര എടുക്കേണ്ടത്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, വാട്ടർ ലെവൽ റോസ് 10 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വോളിയം ഓഫ് സ്റ്റോൺ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് സ്റ്റോൺ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അക്വേറിയത്തിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത് ഇൻറ്റു വാട്ടർ റോസ് ചെയ്ത ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 60 സെന്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് തന്നിരിക്കുന്നതോ 30 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 30 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെന്റിമീറ്റർ ആണ് അല്ലെ. വാട്ടർ ലെവൽ ഉയർന്നത് 10 സെന്റിമീറ്റർ ആണ്. ആ ഉയർന്നതാണ് എന്തിന്റെ? നമ്മുടെ സ്റ്റോണിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്, വോളിയത്തിനും. അപ്പോൾ ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 60 ഇൻറ്റു 30. 60 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 3 18. 1800 സെന്റിമീറ്റർ ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോണിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്വേറിയത്തിൽ ഇട്ടിരിക്കുന്ന സ്റ്റോണിന്റെ വോളിയം എത്രയാണ്? 18,000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ അക്വേറിയത്തിന്റെ ലെങ്ത് തന്നെയാണ് വരുന്നത്. ബ്രെഡ്ത്ത് വരുന്നതോ അതും അക്വേറിയത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. ഹൈറ്റ്, ഈ സ്റ്റോണിന്റെ വോളിയം കാണാൻ വേണ്ടി നമുക്ക് ഹൈറ്റ് എങ്ങനെ കിട്ടിയത്? നമ്മൾ അക്വേറിയത്തിൽ ഈ സ്റ്റോൺ ഇട്ടപ്പോൾ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസിങ് എത്രയാണോ അതാണ് ഹൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 18,000 സെന്റിമീറ്റർ ക്യൂബ്. ഇപ്പൊ സ്റ്റോണിന്റെ വോളിയം കണ്ടുപിടിച്ചു. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 സെന്റിമീറ്റർ, breadth 10 centimeter and height 5 centimeter. It is melt and recast into a cube. What is the length of side of this cube? എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഒരു അയൺ ബ്ലോക്ക് ഉണ്ട്. അയൺ ബ്ലോക്ക് എങ്ങനെയാണ്? റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു അയൺ ബ്ലോക്ക് ആണ്. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു അയൺ ബ്ലോക്ക്, അതിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്തോ 10 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ, ഹൈറ്റ് 5 സെന്റിമീറ്ററും ആണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇറ്റ് ഈസ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. അത് മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താക്കി മാറ്റി? ഒരു ക്യൂബായിട്ട് മാറ്റി. ആദ്യം ഒരു റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ആയിരുന്നു, അതിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്തിട്ട് ക്യൂബ് ആക്കിയിട്ട് മാറ്റി. ക്യൂബായി കഴിഞ്ഞാൽ നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ക്യൂബിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? അങ്ങനെയെങ്കിൽ ആ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റെക്ടാങ്കുലർ ഷേപ്പിൽ ഉള്ള, റെക്ടാങ്കുലർ ബ്ലോക്ക് ഷേപ്പിലുള്ള ഒരു അയൺ ബ്ലോക്ക് ആണ് അല്ലെ. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അതിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്തിട്ട് ക്യൂബ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിരുന്ന സമയത്തും ഇനി ക്യൂബ് ആക്കുകയാണെങ്കിലും അതിന്റെ രണ്ടിന്റെ വോളിയം സെയിം ആയിരിക്കും. അതായത് റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ആയപ്പോൾ എന്താണോ അതിന്റെ വോളിയം ഉണ്ടായിരുന്നത്, അതേ വോളിയം തന്നെയായിരിക്കും അത് ക്യൂബ് ആയി കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ റെക്ടാങ്കുലർ അയൺ ബ്ലോക്കിന്റെ വോളിയം കണ്ടുപിടിക്കാം. നോക്കാം. വോളിയം ഓഫ് റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് റെക്ടാങ്കുലർ
അയൺ ബ്ലോക്ക് സീക്വൽ ടു എന്താ വരിക? അയൺ ബ്ലോക്ക് സീക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാണ് ഇരിക്കുന്നത്? 20 ആണ്. 20 സെന്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 5 സെന്റിമീറ്റർ സീക്വൽ ടു എങ്ങനെ വരിക? 20 ഇൻറ്റു 10 എന്ത് വരുന്നു? 200. 200 ഇൻറ്റു 5 1000 ദാറ്റ് ഈസ് 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ റെക്ടാങ്കുലർ അയൺ ബ്ലോക്കിന്റെ വോളിയം എത്രയാണ്? 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തപ്പോൾ ക്യൂബ് ആയിട്ടാണ് മാറിയത്. അപ്പോൾ ആ ക്യൂബിന്റെയും വോളിയം എന്ത് തന്നെയാണ്? സെയിം വോളിയം തന്നെ വരിക. ദാറ്റ് ഈസ് ക്യൂബ് വോളിയം ഓഫ് ക്യൂബ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബ്. നമുക്കറിയാം വോളിയം ഓഫ് ക്യൂബ് ഇസ് ഈക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു ക്യൂബിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂബ് ആണ് അല്ലെ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്യൂബിന്റെ വോളിയം എന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം? ഒരു സൈഡ് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ആണ് എ ക്യൂബ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിവിടെ അറിയാം എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? എ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. therefore a is equal to എന്താണ് വരിക? ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്നാണ്. അതായത് എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എ ആണ് 1000 ആയിട്ട് വരുന്നത്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണെന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് എങ്ങനെയാണ് എയുടെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാം? എ ഇൻറ്റു എ ആണ് 1000 എന്ന് പറയുന്നത്. ഏതോ ഒരു നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 കിട്ടുക. അപ്പൊ ഏത് നമ്പർ ആണത്? ഒരു നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 കിട്ടും. ഏത് നമ്പർ ആണത്? ഏതാണ്? 10 ആണ് വരിക അല്ലെ? ദാറ്റ് ഈസ് 10 ഇൻറ്റു 10 ഇൻറ്റു 10 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 100 100 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1000 ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു അപ്പോൾ എന്താ വരുന്നത്? 10. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം 1000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? സെയിം വോളിയം തന്നെയാണ് ക്യൂബിനും വരിക. ദാറ്റ് ഈസ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എന്താണ്? 10 ആണ്. therefore side of the cube is equal to side of the cube is equal to എന്താ വരിക? ക്യൂബ് is equal to 10 സെന്റിമീറ്റർ. got it? ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ വോളിയം തന്നെയായിരിക്കും. അതിനെ ഷേപ്പ് മാറ്റിയിട്ട് ക്യൂബ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ വോളിയം സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ സൈഡ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ രൂപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. From the four corners of a square piece of paper of side 12 centimeters, small squares of side 1 centimeters are cut off. The edges of this are bent up and joined to form a container of height 1 centimeter. What is the capacity of the container? If square of side 2 centimeters are cut off, what would be the capacity? ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഫ്രം ദ ഫോർ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ പീസ് ഓഫ് പേപ്പർ ഓഫ് സൈഡ് 12 സെന്റിമീറ്റേഴ്സ് സ്മോൾ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ ആർ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആയിട്ടുള്ള ഒരു കടലാസിൽ ഒരു പേപ്പറിൽ നിന്ന് പേപ്പറിൻ്റെ 4 കോർണറുകളിൽ നിന്നും ഓരോ സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയേഴ്സ് മുറിച്ചു മാറ്റുകയാണ്. എന്നിട്ടോ the edges of this are bent up and joined to form a container of height 1 centimeter. എന്നിട്ട് ഈ രൂപത്തിൻ്റെ 4 വശവും നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി ഫോൾഡ് ചെയ്യുകയാണ്, മടക്കുവാണ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെയോ if squares of side 2 centimeters are cut off, what would be the capacity? ഇനി നമ്മൾ ഓരോ കോർണറിൽ നിന്നും 1 സെൻറ്റിമീറ്ററിന് പകരം 2 സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്തിട്ട് മടക്കുന്നത് എങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതാ ഇങ്ങനെ ഒരു 12 സെൻറ്റിമീറ്റർ
സൈഡുള്ള ഒരു സ്ക്വയർ ആണ്. 12 സെന്റിമീറ്റർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാ 4 സൈഡ്സും ഈക്വൽ ആണ്. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇതിന്റെ ഓരോ കോർണറിൽ നിന്നും, ഇതിന് 4 കോർണർ ഉണ്ട്, ഇതിന്റെ ഓരോ കോർണറിൽ നിന്നും ഓരോ സെന്റിമീറ്റർ സ്ക്വയർ കട്ട് ചെയ്ത് ഒഴിവാക്കി. അതായത് ഈ കോർണറിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ 4 കോർണറിൽ നിന്നും 1 സെന്റിമീറ്റർ വീതമുള്ള ഓരോ സ്ക്വയർ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. അതായത് ഞാനിപ്പോൾ ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞതാ, ഞാനിവിടെ ഓരോ സ്ക്വയർ സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി കണ്ടില്ലേ, ഓരോ കോർണറിലും ഓരോ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോർണറിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്താ കിട്ടുക നോക്കാം. ഞാനിത് ഈ പേപ്പറിന്റെ സ്ക്വയറിന്റെ 4 സൈഡ്സിൽ നിന്നും 1 സെന്റിമീറ്റർ വീതമുള്ള ഓരോ സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് ഒഴിവാക്കി. കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് ഒരു സ്ക്വയർ സെന്റിമീറ്റർ, ഒരു സെന്റിമീറ്റർ സ്ക്വയർ കട്ട് ചെയ്ത് ഒഴിവാക്കി. അതുപോലെ ഇവിടെയും ഇവിടെയും ഈ 4 ഭാഗത്തു നിന്നും ഓരോ സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയേഴ്സ് ആണ് കട്ട് ചെയ്തത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കട്ട് ചെയ്ത ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് മോൾ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. ഓരോ ഭാഗവും കട്ട് ചെയ്ത് 4 ഭാഗവും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടെയ്നർ കിട്ടും. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഭാഗവും 4 ഭാഗം വെച്ചിട്ട് ഫോൾഡ് ചെയ്യാണ്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഞാനിത് ഈ 4 ഭാഗം ഫോൾഡ് ചെയ്യും. കട്ട് ചെയ്ത് ഒഴിവാക്കി ആ 4 ഭാഗം ഞാൻ ഫോൾഡ് ചെയ്തപ്പോൾ എനിക്കൊരു കണ്ടെയ്നർ കിട്ടി. കണ്ടോ, ഇങ്ങനെ ഒരു കണ്ടെയ്നർ കിട്ടി. ഓക്കെ, യെസ്. ഇതിന്റെ ഹൈറ്റ് എത്ര വരുന്നത്, നമ്മളിപ്പോൾ ഈ കണ്ടെയ്നർ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്ര വരുന്നത്, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1 സെന്റിമീറ്റർ ആണ്. കാരണം എന്താണ്, നമ്മൾ ഇതിന്റെ ഓരോ കോർണറിൽ നിന്നും കട്ട് ചെയ്തത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ആ ഹൈറ്റ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം, ലെങ്ത് അറിയണം, ബ്രെഡ്ത്ത് അറിയണം, ഹൈറ്റും അറിയണം. വേണ്ടേ? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്, ഈ ഹൈറ്റ് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് 4 സൈഡ്സ് എന്തായിരിക്കും ഇതിന്റെ ഈക്വൽ ആണ്. നമ്മളൊരു സ്ക്വയർ പേപ്പറിനെയാണ് കട്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഇതിന്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇവിടെ നമ്മൾ 1 സെന്റിമീറ്റർ ആണ് കട്ട് ചെയ്ത്, ഈ സൈഡിൽ നിന്ന് 1 സെന്റിമീറ്റർ ആണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. അപ്പൊ നോക്ക്, നമ്മൾ ഇതിന്റെ ലെങ്ത് എത്രയാണ് വരിക. ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എത്രയാണ് വരിക, ഇതാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ. ലെങ്ത് എത്ര വരുന്നത്, ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. 1 സെന്റിമീറ്റർ ഇവിടെയും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്, 1 സെന്റിമീറ്റർ ഇവിടെയും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയായിരുന്നു, 12 സെന്റിമീറ്റർ ആണ് ടോട്ടൽ തന്നിരിക്കുന്നത്. അതിൽ ഇവിടെ 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കി, ഈ സൈഡിലും 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത്, 12 മൈനസ് ഇവിടെ 1ഉം ഇവിടെ 1ഉം, അപ്പൊ 2 ആണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. ദാറ്റ് മീൻസ് 12 മൈനസ് 2 10 വരും. അതേപോലെ തന്നെയാണ് ഇതിന്റെ ബ്രെഡ്ത്ത് വരുന്നത്. ബ്രെഡ്ത്തും ലെങ്ത്തും സെയിം അല്ലേ, ഹൈറ്റ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് അല്ലെ. ബ്രെഡ്ത്ത് എത്ര വരുന്നത്, അതും 10 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിച്ചൂടെ, ലെങ്ത് 10 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ, ഹൈറ്റ് 1 സെന്റിമീറ്റർ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം സൈഡ് ഓഫ് സ്ക്വയർ പേപ്പർ ഇസ് ഇക്വൽ ടു 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കണ്ടെയ്നർ ആക്കി മാറ്റിയപ്പോൾ അതിന്റെ ലെങ്ത് എത്ര വരുന്നത്, ലെങ്ത് ഓഫ് ദ കണ്ടെയ്നർ ഇസ് ഇക്വൽ ടു എത്ര വരും, 12 മൈനസ് 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 10 സെന്റിമീറ്റർ. ഇത് തന്നെയാണ് ബ്രെഡ്ത്ത് വരുന്നത് അല്ലെ. ബ്രെഡ്ത്ത് ഓഫ് ദ കണ്ടെയ്നർ ഇസ് ഇക്വൽ ടു എന്തിനാണ് വരുന്നത്, ബ്രെഡ്ത്ത് ഓഫ് ദ കണ്ടെയ്നർ ഇസ് ഇക്വൽ ടു ദിസ് വൺ 10 സെന്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് ഓഫ് ദ കണ്ടെയ്നർ ഇസ് ഇക്വൽ ടു 1 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയെങ്കിൽ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, കപ്പാസിറ്റി ഇസ് ഇക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് ഇക്വൽ ടു എന്ത് വരും, 10 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 100 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, കപ്പാസിറ്റി കണ്ടുപിടിച്ചു. ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എത്രയാണ് വരുന്നത്, 100 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇനി 1 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് അല്ലെ.
ഇനി ഇത് 2 സെന്റിമീറ്റർ ആവുകയാണെങ്കിൽ ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോഴാണ് നമ്മൾ ഈ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി നമുക്ക് 100 കിട്ടിയത്. ഇനി ഇവിടെ 2 സെന്റിമീറ്റർ ആണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതെങ്കിലോ കുറച്ചുകൂടെ മുടങ്ങി കയറിയിട്ട് വരും അല്ലെ? അപ്പൊ ഇതിന്റെ ലെങ്ത്തിന് വ്യത്യാസം വരും. ഹൈറ്റ് എത്ര വരും? അപ്പോ 2 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൈറ്റ് 2 സെന്റിമീറ്റർ വരും അല്ലെ? അങ്ങനെയെങ്കിൽ അതിന്റെ ലെങ്ത് എത്ര വരിക? രണ്ട് സൈഡ് ലെങ്ത് ഇസിക്കൽ ടു എന്ത് വരും? ടോട്ടൽ ഉണ്ടായിരുന്നത് 12 ആയിരുന്നു. അതിൽ നിന്ന് രണ്ട് സൈഡിലും 2 സെന്റിമീറ്റർ വീതം കട്ട് ചെയ്തു. ദാറ്റ് ഈസ് 12 മൈനസ് 4 ഇസിക്കൽ ടു 8 സെന്റിമീറ്റർ ആ ലെങ്ത് വരിക. ബ്രെഡ്ത്തും സെയിം തന്നെയാണ് അല്ലെ? സ്ക്വയർ പേപ്പർ ആണ് നമ്മൾ കട്ട് ചെയ്തത്, 4 ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ബ്രെഡ്ത്തും വരിക 8 സെന്റിമീറ്റർ തന്നെയാണ്. ഹൈറ്റിന് വ്യത്യാസം വരും. നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് വരിക 2 സെന്റിമീറ്റർ ആണ്. Therefore അതിന്റെ കപ്പാസിറ്റി എങ്ങനെ വരും? കപ്പാസിറ്റി is equal to length into breadth into height, that is equal to എങ്ങനെ വരും? 8 into 8 into 2, that is equal to എന്ത് വരും? 8 into 8 64 64 into 2 128 സെന്റിമീറ്റർ ക്യൂബ്. എന്താ വരിക? 128 സെന്റിമീറ്റർ ക്യൂബ് ആണ് വരിക. Got it? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഹൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ സെയിം പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടെയ്നർ ഉണ്ടാക്കിയത് അല്ലെ? പക്ഷെ ഹൈറ്റ് നേരത്തെ 1 സെന്റിമീറ്റർ ഹൈറ്റ് എടുത്തപ്പോൾ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 10 വീതം വന്നു. 100 സെന്റിമീറ്റർ ക്യൂബാണ് കപ്പാസിറ്റി വന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഹൈറ്റ് 2 എടുത്തപ്പോൾ കപ്പാസിറ്റി അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കുറഞ്ഞു, 8ഉം 8ഉം ആയി. കപ്പാസിറ്റി എത്ര കിട്ടി? 128 സെന്റിമീറ്റർ ക്യൂബ് അല്ലെ? ഹൈറ്റ് കൂടിയപ്പോൾ കപ്പാസിറ്റി കൂടി. അപ്പോൾ രണ്ട് കണ്ടെയ്നറിന്റെയും കപ്പാസിറ്റി നമുക്ക് കിട്ടി അല്ലെ? 1 സെന്റിമീറ്റർ കട്ട് ചെയ്തപ്പോൾ 100 സെന്റിമീറ്റർ ക്യൂബ് കപ്പാസിറ്റി വന്നു. 2 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോൾ 128 സെന്റിമീറ്റർ ക്യൂബ് കപ്പാസിറ്റിയുടെ കിട്ടി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ വോളിയം എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് തുടങ്ങാം. ക്ലാസ് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.